ഇൻസ്റ്റഗ്രാം കത്തിക്കാൻ ഒരു വലിയമ്മ വന്നിട്ടുണ്ടെന്നാണ് ഈ പാട്ടുകൾക്ക് അടിയിലുള്ള ഫുൾ കമന്റ്സ്. നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. മട്ടാഞ്ചേരിയുടെ സ്വന്തം സൂറത്താത്ത. ഹൽവാക്കണ്ടാലെ ആ പാട്ട് പാടിയിട്ട് ആ പാട്ട് എഴുതിയ സിജു സണ്ണി അടക്കം അതിൽ വന്ന് കമന്റ് ചെയ്ത് ഇഷ്ടാന്നെല്ലാം പറഞ്ഞിട്ട് അത് കണ്ടിട്ടാണ് നമ്മളിൽ വന്നത്. ഹൽവാ കണ്ണാളേ സൽവാറ് ചണ്ടാളേ പൽവാള് ദേവൻ ഞാൻ സൽവാക്ക് ഇല്ലാതെ സൽവാറ് ചണ്ടാളേ. എത്ര വയസ്സായിപ്പോ? ഇപ്പൊ ഒരു 69 വയസ്സൊക്കെ ഉണ്ടാവും. അതില് കൂടുതലുണ്ടോ? അതിൽ കൂടുതലും ചിലപ്പോ പറയാൻ പറ്റും. ഈ ബിഗ് ബോസിലെ ഇടക്ക് വെച്ച് വിളിച്ചാ പോവാ വെറുതെ. ഇപ്പൊ ഫേമസ് ആയി വൈറലായി കഴിഞ്ഞാൽ ഇപ്പൊ വൈറലാണ്. വൈറലായി കഴിഞ്ഞാൽ അവര് ഗസ്റ്റ് ആയിട്ടല്ലേ വിളിച്ചാ പോവാ. ഇവിടെ അടുത്താണെങ്കിലും ഒക്കെ പോകും. അടുത്താണ് ബിഗ് ബോസിന്റെ ഒക്കെ. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്. ഈ പാട്ടേ ഹനാൻസാക്കിന്റെ 2 പാട്ട് പാടിയിലും ഹനാൻസ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഹനാൻസാക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പാടുന്നത്. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവായി നീ തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവായി നീ തുഴഞ്ഞത്ത്. ആരോ ഒരാള് കമന്റ് ഇട്ടിട്ട് ഉമ്മാമ പാടുന്ന കേട്ടിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പൊട്ടിപ്പോയി. ഉമ്മാമ പോയി നിസ്കരിക്കണം. ഞാൻ അടുത്തത് അവർക്ക് കുറച്ച് ഖുർആൻ ഓതി കേൾപ്പിക്കണം അന്ന് ഞാൻ വിചാരിച്ചിട്ടും. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടുവോ കലാഭവൻ? കുഞ്ഞുനാള് ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി, നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നമസ്കാരം, ഫൺ വിത്ത് സ്റ്റാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാന്നറിയോ? ഇൻസ്റ്റഗ്രാം തുറന്ന ഞാൻ കേൾക്കുന്നതും കാണുന്നതെല്ലാം ഈ വല്യമ്മേന്റെ പാട്ടുകളാണ്. ഇൻസ്റ്റഗ്രാം കത്തിക്കാൻ ഒരു വല്യമ്മ വന്നിട്ടുണ്ടെന്നാണ് ഈ പാട്ടുകൾക്ക് അടിയിലുള്ള ഫുൾ കമന്റ്സ്. നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. മട്ടാഞ്ചേരിയുടെ സ്വന്തം സൂറത്താത്ത. എല്ലാ പാട്ടിന്റെ അടിയിലും ആളുകള് പറയുന്നത് സൂറത്താത്താന്റെ ചിരിയാണ് ഹൈലൈറ്റ് എന്നാണ്. ഒന്ന് ചിരിക്കോ? ഇപ്പൊ വൈറൽ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഏതായിരുന്നു അത്? ഹൽവാക്കണ്ടാലെ ആ പാട്ട് പാടിയിട്ട് ആ പാട്ട് എഴുതിയ സിജു സണ്ണി അടക്കം അതിൽ വന്ന് കമന്റ് ചെയ്ത് ഇഷ്ടാന്നെല്ലാം പറഞ്ഞിട്ട് അത് കണ്ടിട്ടാണ് നമ്മളിൽ വന്നത്. ആ പാട്ടൊന്നും നമുക്ക് ആദ്യം പ്രേക്ഷകർക്ക് പാടിക്കൊടുക്കാം. ഒന്ന് പാടോ? ഹൽവാ കണ്ണാളേ സൽവാറ് ചണ്ടാളേ പൽവാള് ദേവൻ ഞാൻ സൽവാക്ക് ഇല്ലാതെ, തൊണ്ടയ്ക്കുള്ളാലേ നിന്നെ കണ്ടാലേ നോങ്കിൽ തള്ളാലേ വാക്ക് തീർന്നേ, നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവടെ കറങ്ങി മറന്ന് പരിസരം, ഇന്നറടി മണ്ണിൽ കുഴിച്ച് മൂടണൊരിഷ്ടം, ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം. സൂപ്പർ. മതിയാ? മതി മതി. ഇത് എത്ര ആൾക്കാർ ഈ പാട്ട് കണ്ടേന്നറിയോ? എത്ര ആൾക്കാർ ഈ പാട്ട് ഷെയർ ഗൾഫിന്നൊക്കെ ഓരോരുത്തർ വിളിച്ച് കണ്ടെന്നും പറഞ്ഞിട്ട് കണ്ട് തുടരടാ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര വയസ്സായിപ്പോ? ഇപ്പൊ ഒരു 69 വയസ്സൊക്കെ ഉണ്ടാവും. അതില് കൂടുതലുണ്ടോ? അതിൽ കൂടുതലും ചിലപ്പോ പറയാൻ പറ്റും. 70ന്റെ അപ്പുറം പോയിട്ടില്ല എന്തായാലും. ചെറുപ്പത്തിലെ അപ്പൊ പാട്ടിലും പാടലുണ്ടോ? ചെറുപ്പത്തിലൊക്കെ ഞാൻ വീട്ടിൽ എനിക്ക് ചെറുതിലെ തുടങ്ങി സിനിമാ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം? അതൊന്നുമില്ല, ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, പിള്ളേരെ വളർത്തണം. ചെറുതിലെ പിള്ളേരെ വാപ്പ മരിച്ചുപോയില്ല. ചെറുപ്പത്തിലെ അപ്പൊ പാട്ടിലും പാടുവോ? വീട്ടിലിരുന്നൊക്കെ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യും. ഏത് സിനിമ നടന്റെ പാട്ടായിരുന്നു കാണലുണ്ടായേ? അങ്ങനെയൊന്നുമില്ല, എല്ലാരും അങ്ങനെ കാണാൻ. ചെറുപ്പത്തിൽ ഇഷ്ടമുള്ള സിനിമാ നടൻ ആരായിരുന്നു? സിനിമാ നടന് പിന്നെ ജയന്, നസീർ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ നമ്മളെ മമ്മൂട്ടി, മോഹൻലാല്
അവരെയൊക്കെ ഇഷ്ടമാണ്. മമ്മൂട്ടിന്റെ മോന്റെ സിനിമയിൽ കാണലുണ്ടോ? കാണാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ സിനിമയോടുള്ള താല്പര്യമൊന്നുമില്ല. ഇപ്പൊ എന്താ താല്പര്യം? ഇപ്പൊ ഇടക്കൊക്കെ ഒന്ന് സീരിയലൊക്കെ കാണും. ബിഗ് ബോസിൽ കാണലുണ്ടോ? ബിഗ് ബോസ് ഇടുന്നെങ്കിൽ കാണും. ഇപ്പൊ ഇതിലിപ്പൊ പുതിയത് വന്നേക്കണതിൽ ഒരു തിരി തല്ലുപിടിക്കണമൊക്കെ അങ്ങനെ ഉണ്ട്. ഇഷ്ടമായ ഞാൻ അടുത്ത ബിഗ് ബോസ് വിളിച്ചാ പോവാ? ഒന്നുമില്ല. അപ്പോഴത്തെ ചിലപ്പോ അമ്മ കുഴിയിലാട്ടുണ്ടോ പറയാൻ പറ്റൂല. ഈ ബിഗ് ബോസിലെ ഇടക്ക് വെച്ച് വിളിച്ചാ പോവാ വെറുതെ? ഇപ്പൊ ഫേമസ് ആയി വൈറലായി കഴിഞ്ഞാൽ, ഇപ്പൊ വൈറലാണ്, വൈറലായി കഴിഞ്ഞാൽ അവര് ഗസ്റ്റ് ആയിട്ടല്ലേ വിളിച്ചാ പോവാ? ഇവിടെ അടുത്താണെങ്കിലും ഒക്കെ പോകും. അടുത്താണ് ബിഗ് ബോസിന്റെ ഒക്കെ. അവര് ടിക്കറ്റെല്ലാം അയച്ചു തരും. അപ്പൊ പോവോ ഫ്ലൈറ്റിൽ കയറിട്ട്? ഒന്നും പോകുന്നില്ല മോള്. ഗൾഫിൽ പോക്ക് അവിടെ നിന്ന് തന്നെ നിർത്തിയിട്ട് പോകുന്നതാണ്. ഈ കൊച്ചുമ 3.5 കൊല്ലം നിന്ന് ഞാൻ അബുദാബിയില് ബനിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പൊ അവിടെ തന്നെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. ഈ കൊച്ചുമൻ പറയുന്നിട്ട് രാവിലെ 3 മണിക്കെല്ലാം എണീറ്റ് യൂട്യൂബിലെല്ലാം കമന്റെല്ലാം പോയി തപ്പൂന്ന്. ഉറക്ക് വന്നില്ലെങ്കില് നോക്കുകയൊക്കെ ചെയ്യും. എന്താ നോക്ക? സമയം നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടാ? എന്തെല്ലാം കമന്റാ വായിക്കല്? കമന്റ് ഓരോരുത്തരും ഇങ്ങനെ ഇടുവല്ല. നല്ലത് പറഞ്ഞവരും ഉണ്ട്. പിന്നെ ഞങ്ങള് പാടുന്നുണ്ടെങ്കിലും നമ്മള് അങ്ങോട്ട് പോകാനുള്ള കാര്യം നോക്കണുണ്ട്. നമസ്കാരവും ഓത്തും ദിക്കറും സലാത്തും എല്ലാം ചെല്ലാറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നോക്കണത്. പിന്നെ ആളുകള് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, അവർക്ക് നമ്മക്കതൊന്നും വലിയ കാര്യമില്ല. എല്ലാരും ചിരിക്കട്ടെ, നമ്മളും ചിരിക്കുമല്ലോ. നമ്മളും ചിലപ്പോ ഇങ്ങനെ ടെൻഷൻ ഒന്നും അടിച്ചിരിക്കണ്ടല്ലോ. എല്ലാരും ചിരിപ്പിക്കാനാണ് പാട്ട് പാടുന്നത്. എല്ലാരും ചിരിക്കട്ടെ. മരിക്കുന്നതിന്റെ ഉള്ളില് ഓരോരുത്തരും ഇപ്പൊ പല ഇതിലും അഭിനയിക്കണില്ലേ. അപ്പൊ നമ്മളെ കൊണ്ട് ചിരിക്കാൻ പറ്റിയവരൊക്കെ ചിരിക്കട്ടെ, കളിയാക്കാൻ പറ്റിയവരൊക്കെ കളിയാക്കട്ടെ. ഒന്നും കുഴപ്പമില്ല. കമന്റ് വരാറുണ്ടോ? സുന്ദരി താത്തയെന്നെല്ലാം പറഞ്ഞിട്ട് അതൊക്കെ വരാറുണ്ട്. ഇനി പാടണ ഉയരങ്ങളിൽ എത്തണം, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, താത്തക്ക് വലുതാവുമ്പോ എന്താവാനാണ് ആഗ്രഹം. ഇനി ഇതിൽ കൂടെ ഒരു വലുതാകാനുണ്ട്. ഇപ്പൊ തന്നെ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് കുടുംബക്കാരെല്ലാരും കണ്ടു കഴിയുമ്പോ എങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും ഞാനതെല്ലാം എന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഒക്കെ പാടിവിടും. നമ്മളെ സന്തോഷത്തിനാ ജീവിക്കുന്നത്. അത് തന്നെ. നമ്മളീ പിള്ളേര് നമ്മളെ ഒരു എന്താ, ഞാൻ ഇപ്പോ താത്താന്റെ കൊച്ചുമോനെല്ലാം നമ്മള് പിള്ളേരെല്ലാം ഇങ്ങനെ ഫോണിൽ കളിക്കുമ്പോ ഉമ്മമാരെല്ലാം പറയില്ലേ ഫോണിൽ കളിക്കല്ല ഇങ്ങനെയാണ്. ഇപ്പൊ താത്തേന്റെ അടുത്ത് പറയലുണ്ടോ ഇവര് ഫോണിൽ കളിക്കല്ല താത്ത? അവരെനിക്ക് സപ്പോർട്ടാണ്. അവരെ ഞാൻ ഇങ്ങനെ പാടി ഫോണിൽ ഇട്ടിട്ടാണ് അവര് ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ആൺകുട്ടിയാണ് എല്ലാം ചെയ്ത് തന്നത്. ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? രണ്ടുപേരും സപ്പോർട്ടാണ്. കൊച്ചുമക്കള് അവരാണ് സപ്പോർട്ടാണ്. അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മോനെ എനിക്ക് ഇങ്ങനെ ഫോണിലെല്ലാം നീ ഇടണം, അല്ല അവരായിട്ട് തന്നെ ഇട്ട? അവരായിട്ട് തന്നെ വേഗം ഇട്ട് കൊടുത്താണ്. അവരെന്താ പറഞ്ഞപ്പോ? അവരൊന്നും പറഞ്ഞില്ല. അപ്പൊ ഫോണിൽ ഇങ്ങനെ എന്നും പറഞ്ഞിട്ടുള്ള പാട്ട് വന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ കൊറേ പേര് പാടുന്ന ഫോണിൽ കണ്ടു. എദബ്ദബ് ഒലല്ല മെഹങ്കുല്ലി ഹമ്മുസായർദി എദബ്ദബ് ഒലല്ല മെഹങ്കുല്ലി ഹമ്മുസായർദി അനസ അനസാൻ. ആ പാട്ട് ആ പാട്ടാണ് ഇവര് ഫസ്റ്റിലെ ഇട്ട് കൊടുത്തത്. അപ്പൊ അതാണ് ആദ്യമേ വൈറലായി പോയി. വൈറലായിപ്പോ വൈറൽ താത്താന്ന് വിളിക്കലുണ്ടാരും. അതൊക്കെ ഇങ്ങനെ ഫോണിൽ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. അവര് നേരം പോക്ക് പറഞ്ഞു. അപ്പൊ ഈ കമന്റിൽ കേൾക്കുമ്പേ നമ്മൾ പഴയ 16 വയസ്സിലേക്കല്ലേ പോവോ മനസ്സ്? ഞാന് ഗൾഫിൽ പോയിരുന്ന സമയത്ത് അന്നൊന്നും നമുക്ക് ഫോണില്ലല്ലോ. അറബി പാട്ടുകളൊക്കെ കേൾക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതൊന്നും പഠിക്കാൻ പറ്റിയില്ല പാട്ടുകളൊക്കെ. ഇപ്പൊ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കേട്ടിട്ട് പാടും. പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ആരാവായിരുന്നല്ലേ? അങ്ങനെ ആലോചിക്കലുണ്ടാ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയല്ല. പക്ഷെ അന്നൊന്നും നമ്മളെ ഇതിനൊന്നും ശ്രമിക്കാനൊന്നും ആരുമില്ലല്ലോ. ഇപ്പോൾ ഇപ്പൊ ഈ ഫോണും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇത് വന്നപ്പോഴല്ലേ ഇപ്പൊ അറിഞ്ഞത്. സ്കൂളില് ഇവിടെ ആസിയബായി മദർസ എന്ന് പറയും. ആ സമയത്ത് ആ 10 വയസ്സുള്ള സമയത്തൊക്കെയാണ് ആ ഉറുദു പാട്ടൊക്കെ പാടിയത്.
ഇതിലിട്ടിട്ടുണ്ടല്ലോ ആ പാട്ട്. വീട്ടുകാരെല്ലാരും എന്താ പറയല് പാട്ട് പാടുമ്പോ ചെറുപ്പത്തില്? ചെറുപ്പത്തിലാ? ആ. ചെറുപ്പത്തില് വീട്ടുകാരെന്ന് പറഞ്ഞാ അങ്ങനെയുള്ള സപ്പോർട്ടും കാര്യമില്ല. മദ്രസയില് പാട്ട് ഉം. പാടണോന്ന് പറയുമ്പോ തന്നെ ഞാന് ഇതിന്റെ അപ്പുറത്തെ റോഡിലൊരു കൂട്ടുകാരിന്റെ വീടുണ്ട്. ഉം. ഞാൻ ഇല്ല, എന്റെ ബുക്കുകളൊക്കെ പോയി അല്ലെങ്കിൽ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പാടി തന്നാണ്. ഉം. അതൊക്കെ കല്യാണം കഴിച്ചു വിട്ടതോടുകൂടി ആ ബുക്കുകളെല്ലാം ഉം. മോളിൽ കെട്ടി തൂക്കിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. അത് എലിയെല്ലാം നശിപ്പിച്ചോളും. ഉം. അല്ലെങ്കിൽ പ്രസംഗവും പാട്ടും എല്ലാം ഞാൻ എഴുതിയത് ഉണ്ടായിരുന്നു കുറേ ബുക്ക്. സകലകല വല്ലഭ്യായിരുന്നല്ലേ? ആ അപ്പൊ പാടും. ഡാൻസിലും കളിക്കോ? ഡാൻസാ? ആ. ഡാൻസ് നിൽക്കാൻ പറ്റിയ സമയത്തൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇതൊക്കെ കാണിച്ചൊക്കെ പറയും. ഇപ്പൊ കാലിന് എന്താ ഉറപ്പില്ല. ഇഷ്ടോ? ആ മറ്റേ ബ്രേക്ക് ഡാൻസിൽ ഇഷ്ടം? അതൊന്നുമില്ല. ഡാൻസ് അങ്ങനത്തെ ഡാൻസ് ഒന്നും ഇല്ലില്ല. ആ. ഇങ്ങനെ താളം പിടിക്കൊക്കെ ചെയ്യും. അല്ല അതൊന്നും അങ്ങനെ ഇല്ല. ഹനാൻഷേനെ അറിയോ? അനാൻസ ഇട്ടല്ല ഇതില്. കമന്റ് 2 പാട്ടിലോട്ടുണ്ടായിരുന്നു. അറിയാ? ഹനാൻഷന്റെ പാട്ടിൽ കേൾക്കണ്ട. നമുക്ക് അവന്റെ ചിറാപ്പുഞ്ചി ഒന്ന് പാടിയാലോ? പാടാ. ഈ പാട്ടേ ഹനാൻസന്റെ 2 പാട്ട് പാടിയിലും ഹനാൻസ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഹനാൻസാക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പാടുന്നത്. എന്താ? പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കഥകൾ ഇരയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവായി നീ തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവായി നീ തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവായി നീ തുഴഞ്ഞെത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവായി നീ തുഴഞ്ഞെത്ത്. സൂപ്പർ. ഹനാൻഷ ചെലപ്പോ ഇനി അടുത്ത പരിപാടിക്ക് വിളിക്കും പാട്ട് പാടാൻ. പോവോ? അപ്പോ പോവോ? എവിടെ പോകാൻ? അനാൻസാന്റെ പാട്ട് ഇനി ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും പാടും. ഇഷ്ടാണോ? ശരിക്കും നോക്കിയിട്ടില്ല. വേറെ എന്തെല്ലാം വിശേഷങ്ങൾ? എന്തെല്ലാം വിചാരിച്ചിരുന്നു ഇങ്ങനെ വൈറലാവും? അതൊന്നും വിചാരിച്ചിട്ടില്ല. ഇല്ല, ഒന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ പിള്ളേരിങ്ങനെ കിട്ടുക കാരണം അങ്ങനെ എല്ലാരും അറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പാടി 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 അങ്ങനെ. ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരിൽ എന്താ പറയില്ല ഇങ്ങനെ? അപ്പുറത്തൊക്കെ വീട്ടുകാരും എല്ലാരും ഒക്കെ എന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഇവിടെ മോനും മൈക്കും സെറ്റ് ഇതൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മക്ക് പാടാനാ? അതില് ഇരുന്നൊക്കെ പാടുമ്പോ എല്ലാരും കേൾക്കൂടെ. അപ്പുറം ഇപ്പുറം ഒക്കെ എല്ലാരും കേൾക്കും. കൊള്ളാട്ടാ, ഈ മുക്കിലിരുന്ന് ഇങ്ങനെ പാടിയാ മതിയാന്നൊക്കെ എല്ലാരും പറയും. നിങ്ങളൊന്നും വരുന്നത് അറിഞ്ഞിട്ടില്ല അവര്. ആരാ പറഞ്ഞേ ഉമ്മാമ്മ നിങ്ങള് വൈറലായിന്ന്? കൊച്ചുമക്കളാ പറഞ്ഞ? അവരെനിക്ക് ഓരോന്ന് വരുമ്പോ ഇപ്പൊ രാവിലെ ഒരു പാട്ടില് ഏതോ നാട്ടിൻപുറത്തുള്ള പിള്ളേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് പാടണമൊക്കെ കാണിച്ചു തന്നിരുന്നു പിള്ളേര്. എല്ലാവരും കാണിച്ചു തരാൻ പറയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് അവരുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് അതെടുക്കണത് ഇതെടുക്കണത്. അപ്പൊ അവര് പറഞ്ഞു തരും. ഫോൺ അഡിക്റ്റ് ആണോ ഇപ്പൊ? ഫുൾ ടൈം ഫോണിലാണോ? ഫുൾ ടൈം അങ്ങനെ ഇരിക്കൂല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യും. പിന്നെ അലക്കല് വിളിക്കല് നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ. പാട്ടില്ലേ എങ്ങനെയാ ശരിക്കും പാടുന്നത്? ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാല് അതെങ്ങനെയാ പാട്ട് പാടുന്നേ? ഒരു പാട്ട് ഞാനിങ്ങനെ ഫോണില് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ അവര് പാടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആ വരികളൊക്കെ ഞാൻ എന്റെ ഒരു ബുക്കിൽ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പാട്ട് പാടുന്നേ. എന്നിട്ട് ഈ ആളുകൾ ഇങ്ങനെ മോശം കമന്റിൽ ഇടുന്നില്ലേ? ഏതൊരു കമന്റ് ഉണ്ട്, ഉമ്മാമ്മ പോയി നിസ്കരിക്കണം. ഞാൻ അടുത്തത് അവർക്ക് കുറച്ച് ഖുർആൻ ഓതി കേൾപ്പിക്കണം അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവരോർക്കൂല എനിക്ക് ഈ പാട്ട് മാത്രമുള്ള ചിന്ത. അപ്പൊ ഒരു 4 വരി നമുക്ക് ഒരു ഖുർആന് ഓതി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വേറെ കമന്റാണ്, ഉമ്മാമ്മ പോയി മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം പോയി പൊടിക്ക്. അതൊക്കെ പണ്ടൊക്കെ മിക്സി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് അരക്കലും പൊടിക്കലൊക്കെ തന്നെയായിരുന്നു പണി. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എല്ലാ പൊടിയാണ്. ഇത് ഈ തഗ് റിപ്ലൈ ഇല്ല ആരാ കൊടുക്കുന്ന? ഇവരിങ്ങനെ പറയുമ്പോ പേരക്കുട്ടികൾ കൊടുത്തോളൂ. ഉമ്മാമ പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ, മോനെ അങ്ങനെ കമന്റ് ഇട് ഇങ്ങനെ കമന്റ് ഇടുന്ന് പറഞ്ഞു കൊടുക്കോ? ഞാൻ ഒന്നും പറയണ്ട, അത് അവരെല്ലാം വായിച്ചു നോക്കും. അവർക്ക് ഒഴിവിട്ടുമ്പോ നോക്കും. എന്നിട്ട് അതിനുള്ളതൊക്കെ അവര് തന്നെ കൊടുത്തു.
ഉമ്മാമ കമ്മീഷൻ കൊടുക്കുന്നുണ്ടോ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും കമ്മീഷൻ വൈറലാക്കാൻ? കൊച്ചുമക്കൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്കും കൊടുക്കുമല്ലേ, വാങ്ങിയൊക്കെ കൊടുക്കും. അത് കാരണം എല്ലാവർക്കും എൻ്റെ അടുത്ത് സ്നേഹമാണ് പിള്ളേര്. പിന്നെ ഈ കൊച്ചുമക്കൾ ഇവര് മാത്രമല്ല, പിന്നെ 4 പേരക്കുട്ടികളുണ്ട്. നാലല്ലല്ല, പെണ്ണ് 4 ഉണ്ട്. അതിലിപ്പോ 3 പേരക്കുട്ടികളെയും കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്, ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ആണുമായിട്ട്. ഈ കൊച്ചുമോളെ കല്യാണത്തിന് സ്റ്റേജിൽ കയറിയിട്ടില്ല പാട്ട് പാടണ്ടേ? ഞാൻ പേരക്കുട്ടിന്റെ കല്യാണത്തിന്, ഒരു പേരക്കുട്ടിന്റെ കല്യാണത്തിന് ഡിസംബർ 15-നായിരുന്നു. അതിന് റിസപ്ഷന് ചെക്കൻ്റെ വീട്ടിൽ പോയപ്പോ അവിടെ നിന്ന് 2 പാട്ട് പാടി. നമ്മളവിടെ നിന്ന് പാടാൻ സമയം കിട്ടിയില്ല. അതാണ് എന്താണ്, എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെതുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എന്തിന് നോക്കണ് എന്തിന് നോക്കണ് ചന്ദിരനി ഞങ്ങളെ, അയ്യോ ചന്ദിര അയ്യോ ചന്ദിരനി ഞങ്ങളെ. സൂപ്പർ, നോക്കാണ്ട് പാടിയല്ലോ. അതൊക്കെ എനിക്ക് സിനിമാ പാട്ടുകളൊക്കെ മുമ്പേ ഒക്കെ ഇങ്ങനെ പാടി പാടി തിരിച്ച് പാട്ട് പാടിയപ്പോ അവരെല്ലാം എന്താ പറഞ്ഞ കൈയടിച്ചു എല്ലാരും. എല്ലാവർക്കും ഇഷ്ടമായ പാട്ട്. സിനിമയില് ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാല് പാടാൻ പോവോ? അതൊന്നുമില്ല, അതിന്റെ ഒക്കെ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. എന്നാൽ ചെലപ്പോ ഇനിയിപ്പോ വൈറലായല്ലോ, ഇനിയിപ്പോ ആരെങ്കിലും വിളിച്ചിപ്പോ ലാലേട്ടനെല്ലാം വിളിച്ച് എന്റെ സിനിമയിൽ പാടുമെന്നെല്ലാം ചോദിച്ചാല് അപ്പൊ അവർക്ക് ഒരു 4 വരിയൊക്കെ പാടിക്കൊടുക്കാം. ഇതിപ്പോ എല്ലാരും കേട്ടിട്ടുണ്ടല്ല, കേൾക്കാതിരിക്കല്ലേ. ഫുള്ള് ഫാൻസ് ആണല്ലോ മൊത്തം. താത്തക്ക് താത്ത ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നുണ്ടെന്ന് ദിവസേന തന്നെയാണ് പാട്ടിടട്ടാ പാട്ടിടട്ടാന്ന് പറഞ്ഞു, പാട്ട് കാണാതാകുമ്പോ ഇടട്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഈ ആൾക്കാർ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, താത്ത തമിഴ് പാടിത്തരുമോ, താത്ത അതിന് പറ്റിയതൊക്കെ അവർക്ക് ചിരിക്കാനൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോണിൽ ഏതെങ്കിലും ഏതാണ് വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെയെങ്കിലും എഴുതിയൊക്കെ എടുത്തിട്ട് അവര് പറഞ്ഞ പോലൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചൊക്കെ അങ്ങനെ വരിയൊക്കെ തെറ്റും ചിലപ്പോ പാടിക്കൊടുക്കും. പിള്ളേരല്ലേ അവര്, ചെറിയ ചെറിയ പിള്ളേർ. പണ്ടുള്ള ആളുകൾക്കൊന്നും ഇതില്ലല്ലോ. ഇപ്പോഴും നമ്മളെ കുടുംബത്തിലൊന്നും ആയിരിക്കും ഈ ഇതൊന്നും എടുക്കാനറിയില്ല, ഇൻസ്റ്റാഗ്രാം അത് ഇതൊന്നും ഇല്ല അവർക്ക്. അതിനോടൊന്നും പിള്ളേരിക്കാണ് ഇപ്പൊ ഇതിനൊക്കെ ഉള്ള താല്പര്യം. ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. ഞാനിപ്പോ ഇത് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ അതിലോട്ടൊക്കെ നോക്കും. ഉപയോഗിക്കാൻ ഇപ്പൊ ഇവര് കാണിച്ചു തരും, എനിക്ക് പിള്ളേര് കാണിച്ചു തരും. അപ്പൊ അത് ഓർമ്മ പോയിട്ടുണ്ടെങ്കിൽ അവര് എടുത്ത് ശരിയാക്കി. ഫാൻസ് ഘടകം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഫാൻസ് ആയി. ഫാൻസ് ആരെങ്കിലും വിളിക്കലെല്ലാം ഉണ്ടോ ഇങ്ങനെ? ഫാൻസ് ഒരാള് കാക്കനാടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ എനിക്കൊരു പ്രൈസും കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷെ ആളെ അയച്ചിട്ടില്ല, അഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്, അയച്ചിട്ടില്ല. പിന്നെ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഒരു പാട്ട് 2 പാട്ട് ഞാൻ ഇട്ട് തരാം, അതില് പറ്റിയത് പാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പാടുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആ പാട്ട് ഇതിൽ വന്നില്ല, അതുകൊണ്ട് പാടിയില്ല. പിന്നെ എവിടെന്നാണ്, അനാൻഷാന്റെ അടുത്ത രാജ്യത്തുനിന്നാന്നും പറഞ്ഞിട്ട് ഒരു അവിടുന്ന് അടുത്തെന്തോ സ്റ്റോപ്പിന്റെ മാറ്റമുള്ളൂ. കൂട്ടുകാരനാണ്, എന്താണ് ചാനലിന്റെ തന്നെയാണ്. വിളിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിൽ വരാന്നൊക്കെ പറഞ്ഞ്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വിളിച്ചിട്ട്, പക്ഷെ വന്നിട്ടില്ല. ഇവിടെ വരുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചയിൽ എന്തായാലും വരൂന്നാണ് പറഞ്ഞേക്കണത്, വന്നിട്ടില്ല. ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനത്തെ എല്ലാരും ഞാൻ കാണണൊക്കെ ഉണ്ടല്ലോ. ഓരോ ആവശ്യങ്ങളൊക്കെ വരുമ്പോ അവിടെ നിന്ന് എല്ലാരെയും കാണും. കുടുംബക്കാരെയൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോ ഏതെങ്കിലും സിനിമാ നടനെയോ പാട്ടുകാരനെയോ കാണുന്നുണ്ടോ? സിനിമാ നടന്മാരെയും കാണാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ആസ്പത്രിയിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു നമ്മളെ ആക്ഷൻ ഹീറോ, അതൊക്കെ അവിടെ നിന്നാണ് എടുത്തത്. അപ്പൊ നിവിൻ പോളി വണ്ടിയിലിരിക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി, ദുൽഖർ, അവരെയൊക്കെ. ദുൽഖറാ. നമ്മള് കൊറേ പാട്ട് പാടിയില്ലേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും പാടിത്തരോ? നെഞ്ചിനുള്ളിൽ
പാടിത്തരാം. നെഞ്ചിനുള്ളിൽ ഫാത്തിമ. ആ ആ പാടിത്തരാം. ആ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണു മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണു മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണു മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഏഴാം ബഹറിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും പൂമീനെ. ഏഴാം ബഹറിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും പൂമീനെ. ഒന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ എൻ്റെ കൽബിനൊളിവേ ഫാത്തിമ, ഫാത്തിമ. സൂപ്പർ. അതില്ല ഇഷ്ടാണോ ഈ പാട്ട്? ഈ പാട്ട് ഈ പാടിയ പാട്ടൊക്കെ ആളെ അറിയോ? എന്താണ് അതിന്റെ പേര്? ഓ എനിക്കറിയാം, എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ പാട്ടൊക്കെ ഇഷ്ടമാണ്. ഇത് ഞാന് മുമ്പൊക്കെ ഇത് പാടിക്കൊണ്ട് എങ്ങനെ ഇരുന്നപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പാടാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ നാളായി ഇത് ഞാൻ അങ്ങനെ കേട്ടിട്ടും പാടിയത്. ഈ പണ്ട് ഇങ്ങനെ സ്കൂളിലും മറ്റേ മദ്രസയിലും പഠിക്കുമ്പേ പുറകെ നടന്ന ഏതെങ്കിലും ചെക്കന്മാരിങ്ങനെ പാട്ടിലും പാടി തന്നിട്ടുണ്ടാ? അതൊന്നുമില്ല. പെൺപിള്ളേര് പഠിക്കണ മദ്രസയായിരുന്നു. അപ്പൊ ഒന്നുമില്ല. കോമഡി സിനിമ എല്ലാം കാണലുണ്ടാ? കോമഡി സിനിമ, കോമഡി സിനിമ, കോമഡിയിലൊക്കെ അങ്ങനെ പാട്ടൊക്കെ, പാട്ടാണ് ഫുള്ള് ജീവിതം അല്ലേ? കോമഡിയൊക്കെ കാണിക്കണ അതൊക്കെ കാണും. പാരഡി ഗാനങ്ങള് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ഒരു പാട്ടുണ്ടായി, പാടിത്തറ്റാൻ 2-3 വരെ ഇട്ടുള്ളൂ. അമ്മായി അമ്മക്ക് കണ്ണലെ കണ്ടൂടാ, അമ്മോശം കാക്കാക്ക് നമ്മടെ ചൂര് പിടിക്കൂല, എന്തൊരു തൊന്തരവ് അമ്മമ്മോ ഇതെന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ് അമ്മമ്മോ ഇതെന്തൊരു തൊന്തരവ്. അമ്മായി അമ്മക്ക് കണ്ണാലെ കണ്ടൂടാ, അമ്മോശം കാക്കാക്ക് നമ്മടെ ചൂര് പിടിക്കൂല, ഞാനെൻ്റെ പെണ്ണിന് നല്ലൊരു ജാക്കറ്റ് ശീലയെടുത്താലേ കിട്ടണം അമ്മായി അമ്മക്കും അതുപോലെ അല്ലെങ്കിൽ തല്ലാണ്, ഞാനെൻ്റെ പെണ്ണിന് നല്ലൊരു ജാക്കറ്റ് ശീലയെടുത്താലേ കിട്ടണം അമ്മായി അമ്മക്കും അതുപോലെ അല്ലെങ്കിൽ തല്ലാണ്, എന്തൊരു തൊന്തരവ് അല്ലല്ലോ ഇതെന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ് അല്ലല്ലോ ഇതെന്തൊരു തൊന്തരവ്. ബാക്കിയൊക്കെ മറന്നുപോയി. യൂട്യൂബ് ചാനലിലും ഉണ്ടാ? യൂട്യൂബിലൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാമില് മാത്രമേ ഉള്ളൂ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ? കൊറേ ഇത് ഫാൻസിലും വരൂ, സബ്സ്ക്രൈബേഴ്സിലും വരൂ. ഇപ്പൊ ഏതോ ഒരു പാട്ട് ഒരു യൂട്യൂബില് അവര് ഇട്ടിട്ടെന്താ എന്താ അവര് തമ്മിൽ എന്തോ ആയിട്ട് എന്താ തിരിച്ചിട്ട്, അതാ അറബി പാട്ട് പറയില്ല, ഒലല്ല ആ പാട്ട് അതിട്ടിട്ട് ഇതിൽ തന്നെ അങ്ങോട്ട് വന്നു തോന്നണം. അപ്പൊ അങ്ങനെ നമ്മള് കാശുണ്ടാക്കണം എന്നുള്ള ഇതിലൊന്നും പാടിയിട്ടില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോ അങ്ങനെ പാടി ഒരു നേരം പോക്കാണ് ഇതെല്ലാം. ഈ ഉമ്മാമ്മന്റെ പാട്ട് കണ്ടിട്ട് കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിന്, ഈ അവരിങ്ങനെ തിരക്ക് പിടിച്ച ഒരു ജീവിതല്ലേ എല്ലാരും, അവരെ മറ്റേ തിരക്ക് പിടിച്ച് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ചിരിക്കാനായി നല്ല രസമുണ്ട് എന്നല്ല പറയുന്നത്. ഒരാള് അറിയിച്ചിരിക്കുന്നായിരുന്നു, ഞാൻ വീട്ടില് മൊത്തം ടെൻഷനിലായിരുന്നു, ഇപ്പൊ ഈ പാട്ട് കേട്ടോടുകൂടി എന്റെ എല്ലാ ടെൻഷനും പോയി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരൊക്കെ ചിരിക്കാനൊക്കെ ഇങ്ങനെ ഇടും. ഇനി നമുക്ക് ഒരു പാട്ടും കൂടി പാടാം. പെണ്ണെന്ന തീക്കൊള്ളി തൊട്ടോരാരും പൊള്ളാതെ വീട്ടിൽ അണഞ്ഞിട്ടില്ല, കണ്ണിൻ്റെ മയിലാട്ടം കണ്ടോരാരും പെണ്ണിനെ വിട്ട് മടങ്ങാറില്ല, പെണ്ണെന്ന തീക്കൊള്ളി തൊട്ടോരാരും പൊള്ളാതെ വീട്ടിൽ അണഞ്ഞിട്ടില്ല, കണ്ണിൻ്റെ മയിലാട്ടം കണ്ടോരാരും പെണ്ണിനെ വിട്ട് മടങ്ങാറില്ല, പെണ്ണിൻ്റെ കണ്ണീരിൽ പെട്ടോരാരും
ആണായി നാട്ടിൽ നടന്നിട്ടില്ല. പെണ്ണാശ വെച്ച് നടന്നോരാരും മണ്ണിൽ വിജയം ഭരിച്ചിട്ടില്ല. പെണ്ണിൻ്റെ പഞ്ചാര പുഞ്ചിരിയിൽ കണ്ണഞ്ചി വീയാതെ നിന്നിട്ടില്ല. പെണ്ണൊന്നു നന്നായി ചിരിച്ചാൽ പിന്നെ 90 ചെന്നോരും ചാഞ്ചാടിയിടും. പെണ്ണെന്ന തീക്കൊള്ളി തൊട്ടോരാരും പൊള്ളാതെ വീട്ടിൽ അണഞ്ഞിട്ടില്ല. കണ്ണിൻ്റെ മയിലാട്ടം കണ്ടോരാരും പെണ്ണിനെ വിട്ട് മടങ്ങാറില്ല. പെണ്ണെന്ന തീക്കൊള്ളി തൊട്ടോരാരും പൊള്ളാതെ വീട്ടിൽ അണഞ്ഞിട്ടില്ല. കണ്ണിൻ്റെ മയിലാട്ടം കണ്ടോരാരും പെണ്ണിനെ വിട്ട് മടങ്ങാറില്ല. ഇഷ്ടായ ആരോ ഒരാള് കമന്റ് ഇട്ടിട്ട് ഉമ്മാമ പാടുന്ന കേട്ടിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പൊട്ടിപ്പോയി. ഏത് പാട്ട് പാടിയിട്ടാ ചിറാപ്പൂഞ്ചി മഴ ഏതാണെന്നറിയില്ല. പിന്നെ എന്താണ് പെരിയാർ പൊട്ടാൻ ഞാൻ അതൊക്കെ നോക്കാറുണ്ട്. അപ്പൊ എന്താ മനസ്സിൽ വിചാരിക്കുക ഇവനെല്ലാം ഒരു അടിയുള്ളതെന്ന് തോന്നുന്നു. അത് അതില് കമന്റ് ഇട്ടിരിക്കണവരൊക്കെ തന്നെ കുറ്റവും പറയുന്നുണ്ടല്ലോ. അവര് സപ്പോർട്ട് ചെയ്യുന്നല്ലേ. ഇപ്പൊ താത്തന്റെ വയസ്സില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കുന്നതാണ്. ഈ 70-ാം വയസ്സിലും നമുക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, പാട്ട് പാടാനും സോഷ്യൽ മീഡിയ സ്റ്റാർ ആവാനെന്നെല്ലാം. ഇപ്പൊ ഇതുപോലെ വീട്ടിലിരിക്കുന്ന കുറെ ഉമ്മാമാർ അമ്മമാരിൽ ഉണ്ടാവും. ഓരോരുത്തർ എന്താ പറയാനുള്ളേ? ടെൻഷൻ വരുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ ശ്രമിക്കണം. നമ്മ ഇപ്പൊ ഇങ്ങനെ പാടിയ വെച്ചോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ആയത്. അതേപോലെ ഓരോരുത്തരും ശ്രമിച്ച അവർക്കും ഇതേപോലെ വിജയിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താ ആഗ്രഹം? എന്താണ് ആഗ്രഹം? ഒന്നുമില്ല. ഇനിയിപ്പൊ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളൂ. ഇപ്പൊ ഉമ്മാമ മാസാണ്. മാസം എന്ന് വെച്ചാ എന്താ പറയാ? നല്ലതായി, അടിപൊളിയായി. അങ്ങനെ കൊച്ചുമക്കളെല്ലാം പറയണ്ട ഉമ്മാമ അടിപൊളിയാന്ന്. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം. ഏതാ പാട്ട് പാടാ അവസാനായിട്ട്? കലാഭവൻ മണിച്ചേട്ടന്റെ ഏതെങ്കിലും പാട്ട് പാടുവോ? മണിന്റെ പാട്ടൊക്കെ പാട്ട് ബുക്ക് കൂടെ ഉണ്ട്. മണിന്റെ പാട്ട് ബുക്ക് ഉണ്ട്. കുഞ്ഞുനാള് ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞുനാള് ചെറുപ്പത്തിലല്ലേടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. പിച്ച നടക്കണ കാലത്ത് എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. കൊച്ചു കൊച്ചു മുറങ്ങള് നെയ്യുമ്പം എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്തേ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. സൂപ്പർ. ഈ ഇന്റർവ്യൂ കാണണമെന്ന് പറഞ്ഞു. ഓരോരുത്തർ ചോദിക്കുന്നത് എന്താണ് അവിടെ ഉദ്ഘാടനത്തിന് വരും, ഇവിടെ ഉദ്ഘാടനത്തിന്. നമ്മളെ ഇപ്പൊ അങ്ങോട്ട് പോകാനായ ആളെന്ത് ഉദ്ഘാടനത്തിന് പോകാൻ? ഉദ്ഘാടനത്തിന് വിളിക്കണ്ട. ഇതിലെ കളിയാക്കണേന എന്താന്നറിയില്ല. അപ്പൊ ഉമ്മാമ ഇനി ഇൻസ്റ്റാഗ്രാമില് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ച് നമ്മള് വീണ്ടും വരും. അപ്പൊ നമുക്ക് ഇന്റർവ്യൂലും തരുമോ? എല്ലാം പറയോ? ഞാൻ ബിസിയാന്ന് പിന്നെ തരാന്നെല്ലാം പറയോ? ഫുൾ ഫാൻസ് എല്ലാം ആവുമ്പോ? അപ്പൊ ഇതാണ് നമ്മളെ സൂറത്താത്താന്റെ വിശേഷങ്ങള്. സൂറത്താത്ത ഇനിയും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പാട്ടെല്ലാം പാടും അല്ലേ? അപ്പൊ കൊറേ ഫാൻസ് ഇനിയും വേണം. ഇത് കൊറേ ഫാൻസിലായിട്ട് നമുക്ക് ഫുള്ള് കൊച്ചി ഘടകം തന്നെ തുടങ്ങണം. കേരള ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം സൂറത്താത്തക്ക്. ഇനി നമ്മള് കുറച്ചുകൂടി ഫാൻസ് ആകുമ്പോ വീണ്ടും ഇന്റർവ്യൂ എടുക്കാൻ വരും കേട്ടാ. അപ്പൊ താത്ത പൊളിയാണ്, അടിപൊളിയാണ്. ഇനിയും പാട്ടിലും പാടണം. നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് പോവാൻ പറയാൻ പറ്റില്ലല്ലോ, നമ്മ ഇത്രയും പ്രായമായില്ലേ. അപ്പൊ അതുകൊണ്ട് പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വരുമ്പോക്കെ അതുവരെയൊക്കെ ഇങ്ങനെ പോവും. ഉഷാറായിട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ പ്രേക്ഷകരോടും. എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും എന്റെ വക ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവർക്കും എന്റെ വക ഒരു ബൈ.